അമേഠി സീറ്റ് കോൺഗ്രസ് കൈവിടാനൊരുങ്ങുന്നു. രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിച്ചേക്കില്ല. സീറ്റ് സമാജ്വാദി പാർട്ടിക്ക് കൈമാറാനാണ് സാധ്യത. അമേഠിയിൽ വരുൺ ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കാൻ സമാജ്വാദി പാർട്ടി നീക്കം നടത്തുന്നുണ്ട്. റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചേക്കാൻ സാധ്യത. അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ട വിജ്ഞാപനം പുറത്തിറക്കി. ദില്ലിയിൽ നിന്ന് വിഷ്ണു തലവൂർ ചേരുന്നു. വിഷ്ണു, നമുക്കറിയാം അമേഠി നെഹ്റു കുടുംബത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു സീറ്റായിരുന്നു. രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും എല്ലാം മത്സരിച്ച ഒരു സീറ്റ്. ഇന്നിപ്പോൾ ഈ ഒരവസ്ഥയിൽ ആ സീറ്റ് സമാജ്വാദി പാർട്ടിക്ക് കൈമാറ്റാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് പാർട്ടി. എന്താണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? ഷമി, തീർച്ചയായിട്ടും അമേഠി അതോടൊപ്പം തന്നെ റായ്ബറേലി മണ്ഡലങ്ങളുമായിട്ടുള്ള ബന്ധം ഒരുപക്ഷെ കോൺഗ്രസ് ഉപേക്ഷിച്ചേക്കുമെന്നുള്ള ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ അത്തരം സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. കാരണം അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല എന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. നിലവിൽ ഇത്തരത്തിൽ SP വരുൺ ഗാന്ധിക്ക് അമേഠിയിൽ നിന്ന് മത്സരിക്കാനായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് വരുൺ ഗാന്ധി BJP വിടാനായിട്ടുള്ള നീക്കവും നടത്തുന്നുണ്ട്. കാരണം വരുൺ ഗാന്ധി ഇപ്പോൾ പിലിഭത്ത് മണ്ഡലത്തിൽ നിന്നുള്ള സിറ്റിംഗ് MP ആണ്. പക്ഷേ ഇത്തവണ BJP വരുൺ ഗാന്ധിക്ക് സീറ്റ് നൽകില്ല എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. വരുൺ ഗാന്ധിക്കും മനേക ഗാന്ധിക്കും സീറ്റ് നൽകില്ല എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. പകരം വരുൺ ഗാന്ധിക്ക് പകരം മറ്റൊരു പ്രമുഖ നേതാവിനെ ഈ പിലിഭത്ത് മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നു. അത്തരത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥി BJP അവിടെ കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വരുൺ ഗാന്ധി BJP ബന്ധം ഉപേക്ഷിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ വരുൺ ഗാന്ധി BJPയുമായിട്ട് വലിയൊരു അകൽച്ച പാലിക്കുന്നുണ്ട്. പലപ്പോഴും BJP നേതൃത്വത്തിനെതിരെ പോലും വരുൺ ഗാന്ധിയുടെ ഭാഗത്തുനിന്നും വിമർശനങ്ങൾ പോലും ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ വരുൺ ഗാന്ധി സീറ്റ് നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ അഖിലേഷ് യാദവ് വരുൺ ഗാന്ധിക്ക് സീറ്റ് നൽകാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇപ്പോഴത്തെ സിറ്റിംഗ് മണ്ഡലത്തിൽ തന്നെ വരുൺ ഗാന്ധിക്ക് സീറ്റ് നൽകും, SP ടിക്കറ്റിൽ സീറ്റ് നൽകും. അല്ല എന്നുണ്ടെങ്കിൽ അമേഠിയിൽ വരുൺ ഗാന്ധിക്ക് സീറ്റ് നൽകാനായിട്ടുള്ള ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. അത്തരത്തിൽ വരുൺ ഗാന്ധി അമേഠിയിൽ മത്സരിപ്പിക്കാനായിട്ടാണ് തീരുമാനിക്കുന്നതെങ്കിൽ SP കോൺഗ്രസിൽ നിന്നും ഈ അമേഠി സീറ്റ് ഏറ്റെടുക്കാനായിട്ടാണ് ഒരു ധാരണ ആയിട്ടുള്ളത്. അതായത് രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കാതിരിക്കുകയും കോൺഗ്രസ് അമേഠിയുമായിട്ടുള്ള ആ ഒരു ബന്ധം അവസാനിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നു എന്നുള്ള സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. ഇത് തന്നെയാണ് റായ്ബറേലി മണ്ഡലത്തിൻ്റെ കാര്യത്തിലും പറയാനുള്ളത്. കാരണം സോണിയാഗാന്ധി കഴിഞ്ഞ തവണയും റായ്ബറേലിയിൽ ജയിച്ചതാണ്. പക്ഷേ ഇത്തവണ സോണിയാഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. പകരം രാജസ്ഥാനിൽ നിന്നാണ് സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ആ സീറ്റിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമോ എന്നതാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ ഇതുവരെ റായ്ബറേലി മണ്ഡലത്തിൽ മത്സരിക്കുന്നതിൽ പ്രിയങ്ക ഗാന്ധി ഒരു സമ്മതം മൂളിയിട്ടില്ല. ആ ഒരു സാഹചര്യം കൂടി കോൺഗ്രസിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്.